ഹലോ ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി താളി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതില്ലേ നല്ല അടിപൊളി താളിയാണ്. മുടി പൊട്ടാതിരിക്കാനും മുടി നല്ല തിക്കോടെ വളരാനും നല്ല കറുപ്പ് നിറം വർദ്ധിക്കാനും അകാല നിറം മാറാനും ഒക്കെ നല്ലൊരു അടിപൊളി താളിയാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ വെള്ളം നല്ലോണം വെട്ടി തിളപ്പിച്ചിട്ട് അതിക്ക് 2.5 സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ടുണ്ട്, ചീരപ്പൊടി ഇട്ട് നല്ലോണം വെട്ടി തിളപ്പിക്കുക. അല്ലേ അതേപോലെ 5 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചെടുക്കണം. നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ. നമുക്ക് ചെമ്പരത്തിൻ്റെ ഇല എടുക്കാം. അവനാൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ചെമ്പരത്തിയാണ് കേട്ടോ, നല്ല നാടൻ ചെമ്പരത്തിയാണ്, അതെടുക്കാം കേട്ടോ. നല്ല കറുപ്പ് നിറം ഉണ്ടാകാനും മുടി നല്ല തിക്കോടെ വളരാനും തുളസി എടുക്കാം കേട്ടോ. തുളസി കൃഷ്ണ തുളസിയാണ്. പനിക്കൂർക്ക എടുക്കാം കേട്ടോ. ജലദോഷം കഫക്കെട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ പനിക്കൂർക്കൽ കൂട്ടിയാൽ. കറിവേപ്പില നല്ല കറുപ്പ് നിറം ഉണ്ടാകാനും മുടി നല്ല തിക്കോടെ വളരാനും ചെമ്പരത്തിയാണ് കേട്ടോ. പനിക്കൂർക്കല, തുളസിയാണ്. ഇനി നമുക്കിതൊന്ന് തേയിലവെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് നല്ലോണം അടിച്ചെടുക്കുക. നൈസായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ, ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കുക. തുളസി, ചെമ്പരത്തി, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഒരു പിടി കറിവേപ്പില ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഫൈനായിട്ട് വേണം കേട്ടോ ഒന്ന് അരിച്ചെടുക്കാൻ. നല്ല തിങ്ങി വളരാനും കറുപ്പ് നിറം വർദ്ധിക്കാനും അകാല നിറം മാറാനും നല്ല മുടി പൊട്ടി പോകാതിരിക്കാനൊക്കെ നല്ലൊരു താളിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പ്ലീസ്.